സ്വാഗതം. വാർത്താ മലയാളം ന്യൂസിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സ്ഥാനാർത്ഥികളും അണികളും ആവേശത്തിലാണ്. വാർത്താ മലയാളം ന്യൂസിന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയായ മണ്ഡലങ്ങളിലൂടെ തുടരുകയാണ്. ഇന്ന് വാർത്താ മലയാളം ന്യൂസ് ടീം ഉള്ളത് തൊടുപുഴ നിയോജകസഭാ മണ്ഡലത്തിലാണ്. തൊടുപുഴ നിയോജകസഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ കർമ്മധീരനായ സാരഥി ശ്രീ സിറിയക് ചാഴികാടൻ വാർത്താ മലയാളം ന്യൂസിന്റെ പ്രത്യേക അഭിമുഖ പരിപാടിയിൽ കാൻഡിഡ് ടോക്കിൽ ചെയ്യുന്നതാണ്. തൊടുപുഴ നിയോജക സഭാ മണ്ഡലത്തിലെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ സിറിയക് ചാഴികാടൻ, അദ്ദേഹത്തോടൊപ്പം വാർത്താ മലയാളം ന്യൂസ് ടീം തൊടുപുഴ നിയോജക സഭാ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാനാർത്ഥിയോടൊപ്പം സഞ്ചരിക്കുകയാണ്. എന്നോടൊപ്പം അതിഥിയായി ചേരുന്നു ശ്രീ സിറിയക് ചാഴികാടൻ. നമസ്കാരം. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? വിധി അറിയുവാൻ, വിധി എഴുതുവാൻ ഇനി കുറച്ചു നാളുകൾ മാത്രം. എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നു? എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നു? ജനങ്ങൾ തൊടുപുഴയിൽ വലിയ മാറ്റം ആഗ്രഹിക്കുകയാണ്. 100% വിജയപ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിന് ഞാനൊരു ശ്രദ്ധിക്കുകയായി. നമ്മളൊരു പത്രസമ്മേളനം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വാഹനത്തിൽ കയറിയത്. അവിടെ താങ്കൾ ഒരു പ്രകടന പത്രിക തന്നെ, അതായത് തൊടുപുഴയ്ക്ക് നൽകാവുന്ന സംഭാവനകൾ നിങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഞാനത് ശ്രദ്ധാപൂർവം കേൾക്കുകയാണ്. താങ്കളുടെ മുഖത്തും ഒരു പ്രസന്നത ഒക്കെയുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സ്വീകരണം, ഇതൊക്കെ ഒരു വിജയത്തിന്റെ സൂചനയായിട്ട് താങ്കൾ കരുതുന്നുണ്ടോ? 100% നമ്മൾ വിജയത്തിലേക്ക് തന്നെയാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് അരനൂറ്റാണ്ടിലോളം വരുന്ന കാലം ജനപ്രതിനിധിയായിരുന്ന ഒരു വ്യക്തി മാറി പുതിയൊരാൾ വരുമ്പോഴേക്കും ഇവിടെ തൊടുപുഴയ്ക്ക് ഒരു പുതിയ മുഖം അതാണ് പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും തൊടുപുഴയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകൾ, ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. നൂതനമായ വികസന പദ്ധതികൾ ഈ നാട് ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ ഈ നാട്ടിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ആളുകളുടെ ഇടയിൽ നിന്നും അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി ലഭിച്ച വികസന പദ്ധതികൾ ക്രോഡീകരിച്ചുള്ള ഒരു പദ്ധതികൾ, അതായത് 31 പ്രോഗ്രാമുകൾ ആണ് നമ്മൾ ഇതിൽ എഴുതി ചേർത്ത് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. ഈ രണ്ട് സ്ഥാനാർത്ഥികളെയും കുറിച്ചൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു PJ ജോസഫ് സാറായിരുന്നു പതിറ്റാണ്ടുകൾക്കായി തൊടുപുഴ മാണി സാർ എങ്ങനെയോ പാല കാത്തു സൂക്ഷിച്ചതുപോലെ തൊടുപുഴയെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു പുതിയ PJ ജോസഫിന്റെ മകനാണ് മത്സരിക്കുന്നത്. താങ്കളാണെ പോലും രണ്ടുപേരും ആദ്യമാണ്, കന്നി അംഗമാണ് അല്ലെ നിയമസഭയിലേക്ക്. ആര് ജയിച്ചാലും ഒരു ചരിത്രം വഴിമാറും, ശരിയല്ലേ? അങ്ങനെയൊക്കെ ഒരു ഇതുള്ള താങ്കളൊരു യുവജനങ്ങളുടെ ഇടയിൽ താങ്കൾക്കൊരു സ്വീകാര്യത ഉണ്ടായെന്ന് നിങ്ങൾ അടുത്തറിയാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി. എനിക്ക് തോന്നുന്നു യുവജനങ്ങളുടെ ഇടയിൽ നിങ്ങൾക്കൊരു സ്വീകാര്യതയുണ്ട്. അതൊക്കെ വോട്ടായി മാറുമോ? 100%. മാണിസാറിനെ താരതമ്യം ചെയ്ത് പറയുമ്പോൾ മാണിസാർ ആ നിയോജകമണ്ഡലം തോറ്റിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ആ നാടിന്, പ്രത്യേകിച്ച് പാലാ എന്ന് പറഞ്ഞാൽ അത് KM മാണി എന്ന് പറയുന്ന വിധത്തിലേക്കൊക്കെ ഉയർത്തിയെടുക്കുന്നതിന് പരിശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ചെയ്തിട്ടുള്ള വികസനങ്ങളുടെ പേരിലാണത്. എന്നാൽ ഇന്ന് തൊടുപുഴയെ സംബന്ധിച്ച് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ കുടിവെള്ളമില്ലാത്ത 50-ലധികം വാർഡുകൾ, എന്തിനേറെ പറയുന്നു കർഷകർക്ക് വേണ്ടി ഒരു ബൃഹത്തായ പദ്ധതി ഇല്ലാത്ത ഒരു പ്രദേശം. അങ്ങനെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ യുവജനങ്ങൾക്ക്, ചെറുപ്പക്കാർക്ക് പ്രതീക്ഷയേകുന്ന പദ്ധതികൾ എന്താണ് ഈ നാട്ടിലുള്ളത്? എന്തിന് യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു കളിക്കളം, ഒരു ഇൻഡോർ ഔട്ട്ഡോർ സ്റ്റേഡിയം പോലും ഇല്ലാത്ത ഒരു നാടായിട്ട് ഈ നാട് മാറിയിരിക്കുന്നു. അതിനൊക്കെയും ഒരു മാറ്റം വരണം. ജനങ്ങൾ ഈ നാട്ടിൽ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ തൊടുപുഴക്കാർക്ക് മനസ്സിലാക്കാനായിട്ട്, തൊടുപുഴക്കാരിലെ വോട്ടർമാർക്ക് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ പാർട്ടിയുടെ എന്തൊക്കെ സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട് എന്നുകൂടി പറയാമോ ഈ അവസരത്തിൽ? തീർച്ചയായിട്ടും. ഞാൻ കേരള വിദ്യാർത്ഥി കോൺഗ്രസിന്റെ കോട്ടയം ബസലിസ് കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടാണ് പ്രവർത്തനം. എങ്ങനെയാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു പോകുന്നത്? അവിടെ തൊട്ട് ഇന്നിവിടം വരെ ആ കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായും. നാളിതുവരെയുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ KSCയുടെ ഒരു യൂണിറ്റ് ഭാരവാഹിയായി കടന്നു വന്ന, നിയോജകമണ്ഡലം പ്രസിഡന്റായി ജില്ലാ ഭാരവാഹിത്വത്തിലേക്ക് വന്ന് സംസ്ഥാന കോർഡിനേറ്റർ, സംസ്ഥാന ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി, അതേപോലെ അന്ന് പാർട്ടി ലയിച്ച സമയത്ത് നമുക്ക് പ്രസിഡന്റ്ഷിപ്പ് ലഭിച്ചില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാലങ്ങൾക്ക് ശേഷം ഇന്നിങ്ങോട്ട് വലിയ രീതിയിൽ ഇന്ന് യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റായി നിൽക്കുമ്പോൾ ഏതാണ്ട് നിരവധിയായ വർഷങ്ങളിൽ കേരള യൂത്ത് ഫ്രണ്ടിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ച അനുഭവ പരിചയമാണ് എനിക്ക് മുന്നോട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിരവധിയായ വിവിധ സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കാനൊക്കെയും കേരളത്തിലെ കത്തോലിക്ക യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ, ഇന്ത്യൻ കാത്തലിക് യൂത്ത് മൂവ്മെന്റ് ദേശീയ സെക്രട്ടറി എന്നുള്ള നിലയിലൊക്കെയും ദീർഘകാലം
പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയും ഇന്ന് ഈ മേഖലകളിലേക്കൊക്കെയും കടന്നു വരുമ്പോൾ വലിയ അനുഭവ പരിചയമായി, അനുഭവ സമ്പത്തായി മാറുന്ന ഒരു സാഹചര്യം വലിയ മുതൽക്കൂട്ടായി കണ്ടു. രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ റോൾ മോഡൽ ആരായിരുന്നു? KM മാണിയായിരുന്നു. ആണോ? മാണി സാറിന്റെ രാഷ്ട്രീയം കണ്ടാണോ നിങ്ങൾ പൊതുവെ നിങ്ങളുടെ ഒരു കുടുംബം ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കുടുംബമാണ്, അതിലുപരി മാണി സാറിന്റെ വ്യക്തിത്വം കൂടി നിങ്ങളെ ആകർഷിച്ചോ? തീർച്ചയായിട്ടും എന്റെ പിതൃ സഹോദരനായ ബാബു ചാഴികാടൻ എന്ന് പറയുന്ന വ്യക്തിയിലൂടെയാണ് ഞാൻ മാണി സാറിനെ കുറിച്ച് അടുത്തറിയാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് കേൾക്കാനും ഒക്കെയും പരിശ്രമിച്ചിട്ടുള്ളത്. KM മാണി സാർ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ, അദ്ദേഹം നൽകിയിട്ടുള്ള വലിയ പ്രോത്സാഹനം ജീവിതയാത്രയിൽ എല്ലാ കാലവും മുതൽക്കൂട്ടാണ്. അദ്ദേഹം കുറിച്ചുള്ള ഓർമ്മകളാണ് എന്നെ മുന്നോട്ട് നയിക്കുക. എന്റെ വിവാഹവേളയിൽ അദ്ദേഹം നൽകിയ അനുഗ്രഹത്തെക്കാൾ മറ്റു വലിയ അനുഗ്രഹങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ എനിക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. പല സ്ഥലങ്ങളിൽ പോകുമല്ലോ, തൊടുപുഴയുടെ കുറേയേറെ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ചുറ്റി സഞ്ചരിക്കല്ലോ. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ആളുകൾ ഓടി വന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതൊന്നും ഇവിടെ ഇല്ല സാറേ, ഇതൊക്കെ ഉണ്ടാക്കാം, അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ പങ്കുവയ്ക്കാൻ? ഞാൻ ഈ നാട്ടിലെ ആളുകളുടെ അടുത്ത് മുഴുവൻ ചോദിച്ച ഒരു കാര്യമുണ്ട്, ഈ നാട് ഏതെല്ലാം രീതിയിലുള്ള വികസന പദ്ധതികളാണ് ആഗ്രഹിക്കുന്നത് എന്ന്. അതല്ലെങ്കിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഈ നാട്ടിൽ ഏതെങ്കിലും വലിയ മഹാപ്രസ്ഥാനങ്ങൾ ഈ നാടിന് പ്രതീക്ഷയേകുന്ന വിധത്തിലുണ്ടോ, കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പ്രതീക്ഷയേകുന്ന വിധത്തിലുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അത്തരത്തിൽ ഒരു പ്രസ്ഥാനത്തെ കുറിച്ചും ഈ നാട്ടിൽ ആരും പറയുന്നത് ഞാൻ എടുത്ത് ശ്രദ്ധിക്കുകയുണ്ടായി. കുറച്ച് സ്ത്രീ ജനങ്ങൾ ചക്കക്കുരുയുടെ എക്സ്പോർട്ട്, അതെന്താണ് സംഭവം? തീർച്ചയായും ഞാൻ ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ ചെന്നപ്പോഴാണ് ഈ നാട്ടിലെ അതിസാധാരണക്കാരായിട്ടുള്ള ഒരു സംരംഭകർ, അവർ ഒരുമിച്ച് ചേർന്ന്, ഒരു ഭാര്യയും ഭർത്താവുമാണ്, അവർ ഒരുമിച്ച് ചേർന്ന് നാടൻ വിഭവമായിട്ടുള്ള അല്ലെങ്കിൽ ലഭ്യമാകുന്ന ചക്ക അതിനെ എക്സ്പോർട്ട് ക്വാളിറ്റിയിലേക്ക് മാറ്റി അതിന്റെ ബൈ പ്രോഡക്ട്സ് ആക്കി മാറ്റിക്കൊണ്ട് അതിന്റെ വിപണന സാധ്യതകൾ ലോകത്തിന് മുമ്പിൽ തുറന്നു കൊടുക്കുന്ന വിധത്തിലേക്ക് വലിയ രീതിയിൽ സംരംഭകത്വം ചെയ്യുന്ന വിധത്തിലേക്കൊക്കെയും അവർ വരുന്നു. പക്ഷെ അവർക്ക് ഞാൻ അവരുമായി സംസാരിച്ചപ്പോൾ അവരത് ചെയ്യുന്നു, അവരുടെ സ്വതസിദ്ധമായ ശൈലിയിൽ മാനുവലായിട്ട് ലേബർ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ അവർക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മോസ്റ്റ് മോഡേണൈസ്ഡ് എക്യുപ്മെന്റ്സ് എല്ലാം കൊടുത്തുകൊണ്ട് പുതിയ സാധ്യതകൾ തുറന്നു കൊടുക്കുന്നതിന് അത്തരത്തിൽ നിരവധിയായ സംരംഭങ്ങൾ സർക്കാരുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ നമ്മുടെ ഈ കുടുംബശ്രീ പോലുള്ള പദ്ധതികളിലൂടെ ഈ നാട്ടിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പ്രത്യേകിച്ച് കുടുംബശ്രീയുമായി ബന്ധപ്പെടുത്തിയൊക്കെ നമുക്ക് രൂപീകരിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെയും നമുക്ക് ഒന്നുകൂടി ഏകീകരിച്ചുകൊണ്ട് അതിന്റെ ഈ പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകളെ കൂടി കണക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അത്തരത്തിൽ സൂചിപ്പിച്ചത്. ടൂറിസ്റ്റ് ഒരു ഹബിനുള്ള ഒരു സാഹചര്യം ഈ മണ്ഡലത്തിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇടുക്കിയിലൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അത് പറഞ്ഞ ഇടുക്കിയിലെ കുളമാവോ അതല്ലെങ്കിൽ മൂന്നാറോ വാഗമൺ എന്ന് പറയുന്നതൊന്നും അല്ല. ഇവിടെ നമ്മുടെ ഈ പ്രദേശവുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ കൂടുതൽ ടൂറിസത്തിന് സാധ്യതയില്ലേ? വലിയ സാധ്യതയാണല്ലോ. അതായത് ഇടുക്കി നമ്മുടെ തൊടുപുഴ നിയോജക മണ്ഡലത്തിന്റെ ഏത് പ്രദേശത്ത് നിന്നും ഒരു 20 മിനിറ്റ് യാത്ര ചെയ്താൽ അവിടെ നമുക്ക് വലിയ വിവിധങ്ങളായ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നതിന് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ള സങ്കടകരമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആതുര സേവന രംഗത്ത് ഒരു ആശുപത്രികളെ കാര്യത്തൊക്കെ തൊടുപുഴയ്ക്ക് എന്തെല്ലാം സംഭവമാണ്? തീർച്ചയായിട്ടും ആതുര സേവന രംഗവുമായി ബന്ധപ്പെടുത്തിയിരുന്നാൽ ജില്ലാ ആശുപത്രി എന്ന് പറയുന്ന ആശുപത്രി എന്ന് വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. അത് പൊളിച്ചു പണിത് കൃത്യമായ രീതിയിൽ അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ വലിയ സ്വപ്നം. ഈ അവസരത്തിൽ മറ്റെന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? നമ്മുടെ ഈ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാറായി മറ്റെന്തെങ്കിലും, കാരണം ഉടൻ തന്നെ അടുത്ത പോയിന്റ് എത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ അവസരത്തിൽ എന്തെങ്കിലും സാറിന് ഈ അവസരത്തിൽ കൂട്ടിച്ചേർക്കാനുണ്ടോ? ജനങ്ങൾ ഈ നാട് വലിയ രീതിയിൽ മാറ്റം ആഗ്രഹിക്കുന്നു. അവരാഗ്രഹിക്കുന്ന വികസനം നടത്തുന്നതിന് ഈ നാട്ടിലെ തൊടുപുഴക്കാരോടൊപ്പം ഞാൻ ഇനി മുതൽ ഉണ്ടാവും എന്ന ഉറപ്പാണ് എനിക്ക് നൽകാനുള്ളത്. എനിക്ക് തോന്നുന്നു ഏപ്രിൽ 9-ാം തീയതി, അതെ, ഞാൻ ജോസ് കെ മാണിയുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ പറയുകയുണ്ടായി, മാണി സാറിന്റെ ഓർമ്മ ദിനത്തിലാണ് പാലായിലെ ജനങ്ങൾ വിധി എഴുതുന്നത്. അങ്ങനെ മാണി സാറിനെ റോൾ മോഡലായി കണ്ട താങ്കളും തൊടുപുഴയിലെ വോട്ടർമാരോട് വോട്ട് ചോദിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ശുഭപ്രതീക്ഷയുണ്ടോ ഈ ഓർമ്മ ദിനത്തിൽ? മാണി സാറിന്റെ ഓർമ്മ ദിനത്തിൽ മാണി സാറിന്റെ ഓർമ്മ ദിനം എന്നത് ഏറെ വൈകാരികമാകുന്ന ഒന്നാണ്. അന്നേ ദിവസം തന്നെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മാണി സാർ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ടാവും. ഒരു ചോദ്യം, കേരള കോൺഗ്രസ് എത്ര സീറ്റ് പിടിക്കും? 12 സീറ്റിലും വിജയിക്കുന്നതിനുള്ള ഏതെങ്കിലും ബൈ ചാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി നിൽക്കുന്നവരുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം കേരളം ചേർന്ന് നിൽക്കുമ്പോൾ ആർക്ക് നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കും? ഓക്കെ. അപ്പോൾ ഏതൊക്കെയാലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ ആദരണീയനായ സാരഥി ശ്രീ സിറിയക് ചാഴികാടനാണ് വാർത്താമലയാളം ന്യൂസിന്റെ പ്രത്യേക അഭിമുഖ പരിപാടിയായ കാൻഡിഡ് ടോക്കിൽ പങ്കെടുത്ത് സംസ്കരിച്ചത്.
അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. തൊടുപുഴയുടെ മുഖം തന്നെ മാറും, അതായത് തൊടുപുഴയുടെ പ്രതിച്ഛായ മാറ്റിയെടുക്കും തന്നെ തെരഞ്ഞെടുത്താൽ. അതോടൊപ്പം തന്നെ ടൂറിസം, ആതുര സേവന രംഗം, അങ്ങനെ തൊടുപുഴയിൽ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക്, നേട്ടങ്ങളിൽ നിന്നും നേട്ടങ്ങളിലേക്ക് തൊടുപുഴയെ കൈപിടിച്ചുയർത്തും. തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. നമുക്കറിയാം, ഇനി വിധി അറിയാൻ നാളുകൾ മാത്രം കാത്തിരിക്കാം. എന്നോട് സഹകരിച്ച് ഈ അഭിമുഖത്തിൽ പങ്കെടുത്ത വാർത്താമലയാളം ന്യൂസിനോടൊപ്പം ചേർന്ന് പ്രതികരിച്ച ശ്രീ ചാഴികാട സാറിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.